ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയും പിന്നീട് അതേ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ടുണ്ടോ? ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അതായത് തിരികെ വരണമെന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യണമല്ലോ. അതിന് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ക്വാളിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെഗ് ചെയ്യാതെ അല്ലെങ്കിൽ ഓവറായിട്ട് അവരുടെ പുറകെ പോയി ചേസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നാച്ചുറലി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരികെ വരും. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരുടെ പുറകെ ചേസ് ചെയ്ത് പോവുക അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹാർഡായിട്ടുള്ള എഫേർട്ട് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ഓവർ റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. പകരം നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ട്, ഞാൻ കംപ്ലീറ്റ് ആണ്, ലൈക്ക് ആരില്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിൽ ഹാപ്പിയാണ്, നിങ്ങൾ നിങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. സോ ആ ഒരു നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കുകയും വരുന്ന സമയത്ത്, അതായത് മനസ്സിലാക്കി വരുമ്പോൾ വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി. സോ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗോള് അല്ലെങ്കിൽ ഒരു മിഷൻ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ അത് എന്തും ആവാം. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഹോബിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം, പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അത് വിസിബിൾ ആയിരിക്കും. മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ പറയാതെ തന്നെ അത് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. സോ നിങ്ങളിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങളായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിലൂടെ തന്നെ നിങ്ങൾക്കത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ബെറ്റർ, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ ആ ഒരു പോയിന്റിൽ തന്നെയാണ്, അതായത് ആ റിലേഷൻഷിപ്പ് എവിടെയാണോ സ്റ്റോപ്പ് ആയത്, ബ്രേക്ക് ആയത്, ആ ഒരു ബ്രേക്ക് ഡൗൺ സ്റ്റേജിൽ തന്നെയാണ്. സ്റ്റിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല ലൈഫിനെ ഒട്ടും സീരിയസ് ആയി നോക്കി കാണുന്നില്ല എന്ന രീതിയിലാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു അട്രാക്ഷൻ വീണ്ടും അവർക്ക് തോന്നില്ല. മാത്രമല്ല തിരിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ച് വരണോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അവർ വീണ്ടും അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ആണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സക്സസ്ഫുൾ ആവുകയാണ്, റെസ്പോൺസിബിൾ ആവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ അവർക്കൊരു തോന്നലുണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ് കാം ആയിട്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊരു പാച്ചപ്പ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാം ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് മിക്സഡ് ഇമോഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കും. പക്ഷെ ഈ സമയത്തും നിങ്ങൾ കാമായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ചില ആളുകളുണ്ടായിരിക്കും ഡ്രാമ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനെ ബ്ലെയിം ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുക. ബ്ലെയിം ചെയ്യാതിരിക്കുക, ഡ്രാമ ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി അവരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരുന്നതിന് വേണ്ടി നിങ്ങളായി ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. മാനിപ്പുലേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മച്വർ ആയിട്ട് എന്തെങ്കിലും ആക്ഷൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. മെച്യൂർഡ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴും നമ്മൾ കാമായിട്ടിരിക്കുമ്പോഴായിരിക്കും. ലൈക്ക് എന്താണ് ആക്ച്വലി റൈറ്റ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുക. സോ കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം,
ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവരുടെ ഭാഗത്തു നിന്ന് അവർ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ് എന്നുള്ളത് അവർക്ക് തോന്നണം. എസ്പെഷ്യലി ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇല്ലാതെ നിങ്ങളിൽ തന്നെ ഹാപ്പിയാണ്, ലൈക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആണ് എന്നുള്ളൊരു തോന്നല് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ്, ലൈക്ക് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാപ്പി ആകാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഹാപ്പി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഇത് ഇങ്ങനെ പോസിബിൾ ആയി, ലൈക്ക് ഇതൊന്നും അവരെ എഫക്ട് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ, ഇങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റി അവരിൽ ഉണ്ടാകാനും അതൊരു അട്രാക്ഷനിലേക്ക് പോകാനും അധികം സമയം എടുക്കില്ല. ഇത് വളരെ ലൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ കംപ്ലീറ്റ് ആണ്, ലൈക്ക് ഞാൻ എന്നിൽ തന്നെ ഹാപ്പിയാണ് എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾ ഓൾറെഡി ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി പാസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക. സോ ഈ 4 ക്വാളിറ്റീസും നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റീസൺ കാരണമാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയത്, വീണ്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നിങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ യെസ് ഐ എം ക്വാളിഫൈഡ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.